നമസ്കാരം. ഇന്ന് ഇതുവരെ നടന്ന മുഴുവൻ വാർത്തകളുടെ സമഗ്രമായ അപ്ഡേറ്റ്സ് നോക്കാം ന്യൂസ് 360യിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കൊരുങ്ങി എറണാകുളം ജനറൽ ആശുപത്രി. വാളയാർ ആൾക്കൂട്ടക്കൊല അന്വേഷണത്തിന് 10 അംഗ പ്രത്യേക സംഘം. കിട്ടിയ സ്വർണത്തിന് പകരം പണം ദേവസ്വത്തിന് നൽകി ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ. ഷൈൻ ടോമിനെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി, ഗുജറാത്ത് സ്വദേശി അറസ്റ്റിൽ. ബംഗ്ലാദേശിൽ വീണ്ടും വെടിവെപ്പ്, വിദ്യാർത്ഥി നേതാവിന് വെടിയേറ്റു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രി വേദിയാകുന്നു. അപൂർവ ജനിതക രോഗം ബാധിച്ച നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കാണ് കൊല്ലം ചിറക്കര സ്വദേശി ആർ ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ചരിത്ര നേട്ടത്തിനൊരുങ്ങി എറണാകുളം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രി വേദിയാകുന്നു. അപൂർവ ജനിതക രോഗം ബാധിച്ച നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കാണ് കൊല്ലം ചിറക്കര സ്വദേശി ആർ ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ചരിത്ര നേട്ടത്തിനൊരുങ്ങി എറണാകുളം ജനറൽ ആശുപത്രി മാറിയിരിക്കുകയാണ്. സർക്കാർ മേഖലയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടപ്പിലാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാൻ ഒരുങ്ങുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ ചിലവരുന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഇതിനായി പ്രത്യേകമായി സജ്ജീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററുകളും ICU സംവിധാനങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പരിശീലനം ലഭിച്ച ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരും നഴ്സും സ്റ്റാഫും അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഈ ദൗത്യത്തിനായി തയ്യാറായത്. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉൾപ്പെടെയുള്ള അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഇതിനോടകം ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു. നിയമപരമായ അനുമതികൾ ലഭിച്ചാലുടൻ ആദ്യ ശസ്ത്രക്രിയ നടക്കും. സാധാരണക്കാരന്റെ ആശ്രയമായ ജനറൽ ആശുപത്രിയിൽ ഇനി ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ വിസ്മയിപ്പിക്കും. വാളയാർ ആൾക്കൂട്ട കൊലപാതകം അന്വേഷിക്കുവാൻ 10 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പാലക്കാട് SP നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും പ്രത്യേക സംഘം അന്വേഷണം നടത്തുക. പ്രതികളുടെ ജാതി സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ശേഷം ST അല്ലെങ്കിൽ SC അട്രോസിറ്റി നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തും. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളിയായ രാംനാരായൺ ബാഗിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിൽ 10 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് പഠിക്കാനായി നിയോഗിച്ചു. കേസ് ഡയറി ക്രൈംബ്രാഞ്ച് DYSPക്ക് കൈമാറിയതായും കൃത്യമായി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. നിലവിൽ കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. എങ്കിലും ഇത് ആൾക്കൂട്ട കൊലപാതകമായി തന്നെ പരിഗണിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് അട്ടപ്പാളം സ്വദേശികളായ 5 പേരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളായ അനു, പ്രസാദ്, മുരളി, അനന്തൻ, വിപിൻ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. മർദ്ദനത്തിൽ 15ഓളം പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മർദ്ദനമേറ്റ രാംനാരായണിന്റെ ശരീരത്തിൽ 20ലേറെ മാരകമായ മുറിവുകളുണ്ടെന്നും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. മോഷണക്കുറ്റം ആരോപിച്ചും ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് മണിക്കൂറുകളോളം യുവാവിനെ വിചാരണ ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. പ്രതികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഇരയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ഗോവർദ്ധൻ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. തനിക്ക് ലഭിച്ച സ്വർണത്തിന് പകരമായി ദേവസ്വം ബോർഡിന് പണം നൽകിയിട്ടുണ്ടെന്നാണ് ജാമ്യ ഹർജിയിലെ പ്രധാന അവകാശവാദം. സ്വർണം കൈക്കലാക്കിയെന്ന ആരോപണത്തിന് മറുപടിയായാണ് പണം തിരികെ നൽകിയെന്ന വാദവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുമായ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ അതീവ ഗൗരവമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും ലഭിച്ച സ്വർണത്തിന് പകരമായി താൻ കൃത്യമായി പണം നൽകിയിട്ടുണ്ടെന്നും അതിന് ബന്ധപ്പെട്ട രേഖകൾ തന്റെ പക്കലുണ്ടെന്നും അയാൾ കോടതിയിൽ അവകാശപ്പെട്ടു.
മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും സ്വർണത്തിന് തുല്യമായ തുക അടച്ചതിനാൽ മോഷണ കുറ്റം നിലനിൽക്കുന്നില്ലെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും നടപ്പന്തലുകളിൽ നിന്നും അപഹരിച്ച സ്വർണം ഉരുക്കി മാറ്റിയ നിലയിൽ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ സ്വർണം ശബരിമലയിലേതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവർദ്ധൻ വാങ്ങിയതെന്നും ഇതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയപ്പോൾ സ്വർണത്തിന് പകരം ചെമ്പ് പൂശിയ പാളികൾ തിരികെ നൽകിയ സംഭവത്തിൽ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേസിന്റെ അന്വേഷണം വൈകുന്നതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഹൈക്കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഷൈൻ ടോമിനെതിരെ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ഫോറൻസിക് പരിശോധനയിൽ നടൻ ലഹരി ഉപയോഗിച്ചില്ലെന്ന് തെളിയിക്കാനായിട്ടില്ല. കേസ് നിൽക്കുമോ എന്ന് പോലീസ് നിയമോപദേശം തേടും. കൊച്ചിയിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് വലിയ ആശ്വാസമാണ് ഫോറൻസിക് പരിശോധനാ ഫലം നൽകുന്നത്. താരത്തിന്റെ നഖം, മുടി, രക്തസാമ്പിളുകൾ എന്നിവയുടെ പരിശോധനയിൽ നിരോധിത ലഹരി മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ സ്റ്റാൻഡ്സ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്ന് ജനൽ വഴി ഇറങ്ങിയോടിയത് വലിയ വിവാദമായിരുന്നു. ഇതിനെ തുടർന്ന് കൊച്ചി നോർത്ത് പോലീസ് താരത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും മുടി ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ തെളിവുകളുടെ അഭാവത്തിൽ ഷൈനിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇതിനായി അന്വേഷണ സംഘം ഉടൻ നിയമോപദേശം തേടും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ ഗുജറാത്ത് സ്വദേശി പിടിയിൽ എന്നതാണത്. ആനന്ദ് ജില്ലയിൽ നിന്നുള്ള യുവാവാണ് അന്വേഷണ ഏജൻസികളുടെ പിടിയിലായത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ സുപ്രധാന വിവരങ്ങൾ പാക് ചാര സംഘടനയായ ISIക്ക് കൈമാറിയതായാണ് വിവരം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കർണാടകയിലെ മാൽപേ ഷിപ്പ്യാർഡിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ കേസിൽ ഒരാൾ കൂടെ അറസ്റ്റിലായി. ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ നിന്നുള്ള ഹിരേന്ദ്രകുമാർ ഭാരത് കുമാർ ഗതായത്തിനെയാണ് ഉടുപ്പി ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുന്ന 3-ാമത്തെ വ്യക്തിയാണിത്. ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ഉത്തർപ്രദേശ് സ്വദേശികളായ രോഹിത്, സാന്ദ്രി എന്നിവർക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറാൻ ആവശ്യമായ മൊബൈൽ സിം കാർഡുകൾ സ്വന്തം പേരിൽ എടുത്തു നൽകിയത് ഹിരേന്ദ്രകുമാറാണെന്ന് പോലീസ് കണ്ടെത്തി. ഈ സിം കാർഡുകൾ ഉപയോഗിച്ചാണ് പ്രതികൾ പാകിസ്ഥാനിലെ ചാര സംഘടനകളുമായി ബന്ധപ്പെട്ടതും വാട്സപ്പ് വഴി വിവരങ്ങൾ കൈമാറിയതും. ഉടുപ്പി, കൊച്ചി ഷിപ്പ്യാർഡിലുമായി നിർമ്മാണം പൂർത്തിയാക്കുന്ന നാവികസേനാ കപ്പലുകളുടെ വിവരങ്ങളാണ് പ്രതികൾ ചോർത്തിയത്. ഷിപ്പ്യാർഡിലെ സുരക്ഷാ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കു പോലും കർശന നിയന്ത്രണമുള്ള കപ്പലുകളുടെ ഐഡന്റിഫിക്കേഷൻ നമ്പറുകളും മറ്റ് നിർണായക വിവരങ്ങളും പാകിസ്ഥാനിലെ ഹാൻഡ്ലർമാർക്ക് ഇവർ കൈമാറിയിരുന്നു. പണത്തിനു വേണ്ടിയാണ് പ്രതികൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെട്ടതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കേസിലെ മുഖ്യപ്രതിയായ രോഹിത് കഴിഞ്ഞ 18 മാസമായി ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. നിലവിൽ ഭാരതീയ ന്യായ സംഹിത, ഔദ്യോഗിക രഹസ്യ നിയമം എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബോൺ. ബംഗ്ലാദേശിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. നാഷണൽ സിറ്റിസൺസ് പാർട്ടി നേതാവും വിദ്യാർത്ഥി നേതാവുമായ മുത്തലീബ് സിക്ദറിന് വെടിയേറ്റു. ഗുൽന ജില്ലയിൽ വെച്ച് അജ്ഞാതരായ ആക്രമികൾ അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് വെടിവെച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മുത്തലീബ് ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ വീണ്ടും മൂർച്ഛിക്കുന്നു. നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവും ഗുൽന ഡിവിഷൻ ചീഫുമായ മുത്തലീബ് സിക്കന്ദറിന് നേരെയാണ് ഏറ്റവും ഒടുവിലായി ആക്രമണം ഉണ്ടായത്. ഇന്ന് പകൽ 11:45 ഗുൽനയിൽ വെച്ചാണ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന ഇദ്ദേഹത്തിന് നേരെ അജ്ഞാതർ വെടിയുതിർത്തിയത്. തലയ്ക്ക് ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ സിക്കന്ദറിന്റെ ചെവിയിലൂടെ തുളച്ചു കയറിയ വെടിയുണ്ട മറ്റൊരു വശത്തിലൂടെ പുറത്തു വന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ആക്രമണം രാജ്യത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് വീണ്ടും ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഇതുവരെ നടന്ന എല്ലാ വാർത്തകളും ഇവിടെ അവസാനിച്ചു. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി നാളെ കാണാം.